Good morning, everybody. നമുക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ലെസൺ ഒന്ന് പാസ് ത്രൂ ചെയ്യാം. ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ബ്രാഞ്ചാണ് കാൽക്കുലസ്. നമ്മളിനി അങ്ങോട്ട് മാത്തമെറ്റിക്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യം അറിയാവുന്ന പോർഷനാണ് കാൽക്കുലസ്. ഓക്കെ, കാൽക്കുലസിന്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പം അരിത്തമെറ്റിക് പഠിക്കണമെങ്കിൽ പ്ലസും മൈനസും ഒക്കെ വളരെ യങ് സ്റ്റേജിൽ LKG UKG +1 1 2 ക്ലാസ്സുകളിൽ പഠിച്ചില്ലേ, അതുപോലെ നമ്മുടെ കാൽക്കുലസിന്റെ ബേസിക് പഠിക്കുന്ന ഏരിയയാണ് +1 മാത്തമെറ്റിക്സ്, ഈ 13ാമത്തെ ലെസൺ. ഓക്കെ, അപ്പൊ നമുക്ക് ലിമിറ്റ്സ് എന്ത്, ഡെറിവേറ്റീവ്സ് എന്ത്. ഫസ്റ്റ് ലിമിറ്റ്സ് ലിമിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ അറിയാട്ടാ, ബിയോണ്ട് ലിമിറ്റ് എന്നൊക്കെ പറയില്ലേ, ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറി എന്ത് എന്ന് അനലൈസ് ചെയ്യുക, അതാണ് ഇവിടെ ലിമിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് ലിമിറ്റ്സ് ഇതെല്ലാം കൺസേൺഡ് വിത്ത് ഫങ്ഷൻസിന്റെ റിലേറ്റഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം. ഫങ്ഷനെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റഡി ബ്രാഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓരോ ഫംഗ്ഷന്റെയും ലിമിറ്റ്സ് എന്ത്, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ലിമിറ്റ്സ് എന്ത്, ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവ്സ് എന്ത്. ഒരൊറ്റ കാര്യമുണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മള് എക്സ് എന്നൊരു ആൽഫബറ്റിനെ കുറിച്ച് മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. എക്സ് എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് എ വേരിയബിൾ. എക്സ് എപ്പോഴും ഉപയോഗിക്കുക, നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോഴത്തേക്കും ഒരു കണക്ക് തരും, അതിലൊരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കാൻ ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക അല്ലേ. ലെറ്റ് ഇറ്റ് ബി എക്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങാറ്. ഈ എക്സ് അതിന് എന്ത് വാല്യൂ റിസീവ് ചെയ്യും, എനി വാല്യൂ. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടീഷൻ പറയുന്നു അതിനനുസരിച്ചുള്ള വാല്യൂസ് എല്ലാം റിസീവ് ചെയ്യാൻ എക്സ് ഓക്കെയാണ്. അപ്പം ഇറ്റ് ഈസ് എ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന കണ്ടീഷൻ ആയാൽ മാത്രമേ എക്സിന് ഈ വാല്യൂ സ്വീകരിക്കാൻ പറ്റൂ എന്നില്ല. ഓക്കെ, അപ്പൊ എക്സ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു വേരിയബിൾ കണ്ടുപിടിക്കും, y. y is equal to 3x plus 4. ഇത് എക്സിന് 1 എന്ന വില കൊടുത്താൽ വൈയുടെ വില 7 ആവും. എക്സിന് 2 എന്ന വില കൊടുക്കുമ്പോൾ വൈയുടെ വില എന്താവും, 2 × 3 6 + 4 10 ആവും. ഇങ്ങനെ എക്സിന്റെ വില മാറുന്നതിനനുസരിച്ച് വൈയുടെ വിലയും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ വൈന് നമ്മള് അപ്പൊ മനസ്സിലായി, എക്സിന് വില ചേഞ്ച് വന്നാല് വൈയുടെ വിലയും മാറി വരും. ഈ വൈവിന് നമ്മള് ഈ വൈക്ക് വേണ്ടിയിട്ട് പുതിയൊരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലുള്ള ചാപ്റ്ററിൽ. ആ ഫംഗ്ഷന്റെ പേരാണ് f(x), ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ലെസൺ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ f(x)നെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഈ ഫുൾ ചാപ്റ്ററിലും നമ്മൾ ഫംഗ്ഷന്റെ കാര്യമായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിക്കുന്നത് ഫംഗ്ഷനെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഫംഗ്ഷനിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്ന് കണ്ടുപിടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ലിമിറ്റ്സ് പറയുമ്പോഴേക്കും നമ്മൾ ഒരു നൊട്ടേഷൻ പഠിക്കും, അതായത് LIM x ടെൻസ് ടു എ പെർട്ടിക്കുലർ വാല്യൂ a. ഇത് വായിക്കണം എന്ന് പറഞ്ഞാൽ ഈ നൊട്ടേഷൻ വായിക്കുന്നത് ലിമിറ്റ് x ടെൻസ് ടു a. അതായത് എക്സിന്റെ വാല്യൂ ഞാൻ എക്സ് എന്താന്ന് പറഞ്ഞല്ലോ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ എക്സിന്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്പർ ലൈൻ ഉണ്ട് അല്ലേ. ഈ നമ്പർ ലൈനില് ദിസ് ഇസ് എ. എക്സിന്റെ വാല്യൂസ് ആണ്, എക്സ് ആക്സിസിലുള്ള എക്സിന്റെ വാല്യൂസ് ആണ്. വൈയുടെ വാല്യൂസ് എല്ലാം നമ്മൾ ഇതിലാണ് പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. എക്സും വൈയും കോർഡിനേറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ ഫംഗ്ഷന്റെ ഗ്രാഫ് ഉണ്ടാക്കും. ഇതില് എക്സിന്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ f(x)ന്റെ വാല്യൂ ഓഫ് f(x)ന്റെ വാല്യൂ എന്താകണം, ലെറ്റ് ഇറ്റ് ബി n. Then this L is known as limit. ലിമിറ്റ് എന്ന് പറഞ്ഞാല്
ഇപ്പം എക്സിന്റെ വാല്യൂ എയിലേക്ക് ടെൻഡ് ചെയ്യുമ്പം എഫ് എക്സിന്റെ വാല്യൂവിന് എന്ത് സംഭവിക്കുന്നു? എഫ് എക്സിന്റെ വാല്യൂ എന്തായി മാറുന്നു? അത് എല്ലാണെങ്കിൽ ആ വാല്യൂന് പറയുന്നതാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? നിങ്ങൾ മനസ്സിലാക്കുക, എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷന് വരുന്ന മാറ്റം അല്ലെങ്കിൽ ഫംഗ്ഷന്റെ വില എത്രയാകുന്നു, ആ വിലയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു, എക്സിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ഈ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് മേ ബി ഇറ്റ് ബി ഫ്രം ലെഫ്റ്റ് സൈഡ് ഓർ ഇറ്റ് ബി ഫ്രം റൈറ്റ് സൈഡ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് അപ്രോച്ചസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ദെൻ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ മൈനസ് എന്ന് നമ്മൾ വായിക്കും. ഓക്കെ, അതായത് ലിമിറ്റിന്റെ വാല്യൂ, അതായത് എക്സിന്റെ വാല്യൂ, ലിമിറ്റിന്റെ വാല്യൂ അല്ല എക്സിന്റെ വാല്യൂ എ എന്ന പോയിന്റിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അഥവാ LHL എന്ന് പറയും. അതിന്റെ നോട്ടേഷൻ ഇങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, മൈനസ് എ അല്ല എ മൈനസ്. എ മൈനസ് എന്ന് പറഞ്ഞാൽ ഇത് അപ്രോച്ചസ് എക്സ്, ദ വാല്യൂ ഓഫ് എക്സ് അപ്രോച്ചസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ നമ്പർ ലൈൻ. ഓക്കെ, ഇനി ഇത് റൈറ്റ് സൈഡിൽ നിന്നും അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇഫ് ഇറ്റ് ഇസ് അപ്രോച്ചസ് ഫ്രം right side, it is right hand limit and the notation is limit x tends to a plus. Okay, and the f of x. ഇവിടെയും f of x. ക്ലിയർ ആയല്ലോ? അതായത് ഒന്നുകൂടെ പറയാം ഞാൻ, എക്സ് എന്ന് പറഞ്ഞ ഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് അല്ലെ. ഫംഗ്ഷൻ ആവുന്ന റിലേഷൻ ഫംഗ്ഷൻ ആവുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്കറിയാം. ആ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ആയാൽ എക്സിന്റെ വാല്യൂയിലുള്ള മൈന്യൂട്ട് ചേഞ്ചസ് വരെ എഫ് എക്സിനെ ബാധിക്കും. അതെങ്ങനെ ബാധിക്കുന്നു, അത് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഈ ലെസണിൽ ട്രയൽ. ഓക്കെ, അപ്പം എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സിന്റെ വാല്യൂ എയിലേക്ക്, അതായത് നമുക്ക് വാല്യൂ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു എ, എഫ് എക്സ് ബിക്കംസ് എഫ് ഓഫ് എ. എവിടെ ആ ഫംഗ്ഷനിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിന് എ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന വിലയിനെയാണ് വാല്യൂ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, ഇതിനെയും നമ്മൾ എഫ് ഓഫ് എ എന്ന് പറയും. ഓക്കെ, ഇനി ലിമിറ്റ് എക്സിന് എ എന്ന വാല്യൂ റിസീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഫ്രം ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ലിമിറ്റ് ഇങ്ങനെ വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് LHL. ഓക്കെ, അതായത് എയുടെ വാല്യൂ ലെഫ്റ്റിൽ നിന്നാണ് എക്സിന്റെ വാല്യൂ എ ആകാൻ വേണ്ടി അത് ലെഫ്റ്റിൽ നിന്നാണ് എയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഫംഗ്ഷനിലെ ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഇത് ഇഫ് ഇറ്റ് ഇസ് കംസ് ഫ്രം ദ റൈറ്റ് സൈഡ് ഇറ്റ് ഈസ് നോട്ടേറ്റഡ് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് RHL. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ LHL, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ RHL. ഓക്കെ, ഇനി ലിമിറ്റ് എഫ് ഓഫ് എ, ഇഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു LHL ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു RHL, then we can say the limit exists. ഓക്കെ, ലിമിറ്റ് എന്ന് പറഞ്ഞാല് ഒരു എക്സിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂലേക്ക് സ്വീകരിക്കുമ്പോഴേക്കും ആ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് നമ്മൾ ലിമിറ്റ്. ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എന്ന വാല്യൂ റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഫംഗ്ഷൻ ആവും, എഫ് ഓഫ് എ ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു എക്സ് എന്ന പോയിന്റിലേക്ക് എ എന്ന പോയിന്റിലേക്ക് എക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് LHL ആവും. റൈറ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് RHL ആവും.
LHL ഉം RH ഉം എഫ് ഓഫ് ഐക്ക് തുല്യമാകുമ്പോൾ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, പിന്നെ ഈ നൊട്ടേഷൻ ഓക്കെ ആയല്ലോ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നോ നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന വാല്യൂ എൽ ആണെങ്കിൽ ഈ എൽ ആണ് നമ്മുടെ പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലേ നോക്കണം. ലിമിറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ എ ഈസ് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എച്ച് എൽ. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ആർ എച്ച് എൽ. ഇഫ് LHL is equal to RHL and that is equal to f of a, then limit exist. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ആ ഫംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ആ ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ നിന്ന് എക്സിന് ആ വാല്യൂ റിസീവ് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുക. രണ്ടും ഈക്വൽ ആണ്. അത് എഫ് ഓഫ് എക്ക് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലെസണിൽ പഠിക്കേണ്ടത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയും. ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ വരും, ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എക്സ് ടെൻസ് ടു ഒരു വാല്യൂ പറയുമല്ലോ എ, അങ്ങനെ അത് എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സിന് നമ്മൾ എഫ് ഓഫ് എ കണ്ടുപിടിക്കും. അതാണ് അതിന്റെ ലിമിറ്റ് വാല്യൂ. ഇറ്റ്സ് ഈക്വൽ ടു എ എൽ ആണെങ്കിൽ അതാണ് അതിന്റെ ലിമിറ്റ് വാല്യൂ. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻടു ദാറ്റ് ഫംഗ്ഷൻ, then we can have the result. That is the limit value. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചെക്ക് ദ ലിമിറ്റ്. അതിന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇപ്പം പീസ് വൈസ് ആയിട്ട് തരും. അതായത് ഇങ്ങനെ തരും, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 if x is less than or 0 and is equal to x plus x minus 1 if x greater 0. ഇങ്ങനെ വരികയാണെങ്കിൽ ആദ്യം LHL കണ്ടുപിടിക്കും. LHL കണ്ടുപിടിക്കാനായിട്ട് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും. പിന്നെ എഫ് ഓഫ് 0 കണ്ടുപിടിക്കും, അതിനും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും. RHL കണ്ടുപിടിക്കും, അതിന് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കും. കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x by x is equal to 1. ഓക്കെ, ഈ 2-3 റിസൾട്ട് നമ്മൾക്ക് കണക്കിന് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചിരിക്കുക. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു tan x by x is equal to 1. അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 minus cos x divided by x is equal to 0. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. പോളിനോമിയൽ ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾജിബ്ര ഓഫ് ലിമിറ്റിന്റെ ഓൾജിബ്ര അറിയാലോ അല്ലെ. അരിത്തമെറ്റിക്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്. നമ്മൾ അതായത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ജി ഓഫ് എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് is equal to limit of x tends to 0 f of x minus limit x tends to 0 g of x. Okay, multiplicationും ഇത് ആപ്ലിക്കബിൾ ആണ്. സിംപ്ലി ഡിഫറെന്റ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയാവും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് is equal to limit x tends to 0 f of x into limit x tends to 0
g of x. Okay, limit x tends to 0, f of x divided by g of x is equal to limit x tends to 0, f of x divided by limit x tends to 0, g of x. Okay.